4 മോഡല് പത്മിനി 45 രൂപ MPFI എഞ്ചിൻ. MPFI 45 രൂപ. ഒരു 10-20 രൂപ സുഖമായിട്ട് നല്ല ചെറിയ ഫാമിലി വണ്ടി. പിന്നെ സ്ക്വയർ ലൈറ്റ് കാര്യങ്ങളുണ്ട്. പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, ടാക്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ചോദിക്കുന്ന വില ഒരു 50 രൂപ. ഫ്രണ്ട്സ്, വീണ്ടും ബൈക്കിന്റെ വിലയിൽ കാറുകൾ വേണോ, നമ്മൾ ബഷീർ ഖാന്റെ അടുത്തേക്ക് പോരി. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടും പുതിയ കുറച്ച് സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊന്ന് കൂടെ ബഷീർക്ക് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഷിയാബ്ക്ക ഉണ്ട്. ബഷീർക്കാക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം. ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയാണ്. അപ്പോൾ നമുക്ക് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വരാം. അതേപോലെ ഇനി തിരൂർ വരികയാണെങ്കിലും നമുക്ക് നേരെ ഏകദേശം ഒരു 8 കിലോമീറ്റർ അല്ല ബഷീർക്ക വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് സൗണ്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാക്സിമം ഓഫർ റേറ്റിൽ തന്നെ കൊടുക്കുക അല്ല ബഷീർക്ക. കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഷിയാബാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ്. ഏകദേശം എത്ര കാറുകളാണ് ഷിയാബ് വരുന്നത്? ഒരു 40 വണ്ടിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു നമുക്ക് 7 സീറ്റർ തുടങ്ങാം അല്ലെ? 7 സീറ്റർ. അപ്പൊ നമുക്ക് 2 അടിപൊളി വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ബൊലേറോ, അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്? 2012 മോഡൽ വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 320 കിട്ടിയാൽ നമുക്ക് 320 അല്ലേ? നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ഇന്റീരിയർ ഒക്കെ നല്ല കിഡ്ലനാണ് വരുന്നത്. 12 മോഡലാണ്. 12 മോഡൽ. ഫസ്റ്റ് സ്റ്റിയറിംഗും പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. SLX ആണ് ഓപ്ഷൻ വരുന്നത്. അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 1.20 ഓടിയിട്ടുള്ളത്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ? പക്കായിട്ട് കൊടുക്കാം അല്ലേ? അത് നമുക്ക് ഇനി ഒരു കോളീസ് ആണ് വരുന്നത്. ഇത് നമുക്ക് കേലൈറ്റ് തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2001 മോഡൽ വണ്ടി. 2001 മോഡൽ അല്ലേ? പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ 2026 വരെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്. പിന്നെ ഇന്ത്യയിലൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് ഒരു 8-10 സുഖമായിട്ട് തന്നെ പോകാം. സുഖമായിട്ട് പോകാം. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് ആണ്. 26 വരെ ഒരു കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 2 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2 ലക്ഷം രൂപ നടക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കും. മാക്സിമം ആളുകൾ വരട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടല്ലേ പ്രൈസ്. അത് നമുക്ക് ഇനി ഒരു ചെറുവാഹനത്തിലേക്കാണ് പോകുന്നത്. നാനോ എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 14 മോഡല് നാനോണ്. AC പവർ സ്റ്റാറിങ് എല്ലാം ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ വണ്ടിയാണിത്. നമ്മൾ ചോദിക്കുന്ന വില 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. AC പവർ കാര്യങ്ങളെല്ലാം വരുന്നൊരു മോഡൽ അല്ലേ? 14 മോഡൽ. ഇന്ത്യയിലൊക്കെ നല്ല അത്യാവശ്യം നല്ല നീറ്റാണ് വരുന്നത്. ഓക്കെ, നമുക്ക് 1 ലക്ഷം രൂപ അല്ലേ? പിന്നെ നമുക്ക് സേർട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. സേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാങ്ക് ലോൺ എന്തെങ്കിലും. ബാങ്ക് ലോൺ നാനോ ഇതുകൊണ്ട് നമുക്ക് കിട്ടൂല. ഇത് നമുക്കൊരു പിന്നെ ഡസ്റ്റർ ആണ്. ഇത് 85 അല്ലേ? 85 എഞ്ചിന്റെ ഡസ്റ്റർ ആണത്. ഓക്കെ. ഇപ്പോ RC കാര്യം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ. ഇപ്പോൾ ഇതിന് RC ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ലോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം നമുക്ക്. 320 ചോദിക്കേണ്ടത്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ ഇപ്പോൾ കേരള നമ്പർ കാര്യങ്ങളാക്കിയിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇതിൽ കാണിക്കേണ്ടത് 1 സംതിങ് ആണ് കാണിക്കുന്നത്. ജെന്യുനായിട്ട് നോക്കണ്ട. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഒരു ആർമിക്കാർ ഉപയോഗിച്ച വണ്ടിയാണ്. ലാസ്റ്റ് ഉപയോഗിച്ചവരാണ്. അവരാണല്ലേ? അവരുടെ പേര് മറ്റേ. ഓക്കെ. അപ്പൊ നമുക്ക് 320 അല്ലേ? അതെ. ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? 2.25 വരെ നമുക്ക് ചെയ്യാം അല്ലേ? അടുത്തൊരു ഇയോൺ ആണ് വരുന്നത്. ഇതെങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് വേണ്ട വണ്ടിയാണ്. 2018 മോഡലാണ്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 60,000 കിലോമീറ്റർ അല്ലേ? മാക്സിമം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. അത് പിടിച്ചതല്ല. ഇവിടെ എന്തോ വീണിട്ട് തേങ്ങ എന്തൊരു വീണിട്ട് ഗ്ലാസ് പൊട്ടിയതാണ്. അത് കണ്ട മനസ്സിലാവും. ബോണറ്റാണ് പൊക്കി തരാം. ഓക്കെ. ഇത് നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? 25-30 വരെയൊക്കെ നമുക്ക് ലോണും കയറ്റാൻ പറ്റും. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ 2.5 ലക്ഷം. ഒരു 10-20 രൂപ ഒക്കെ സുഖമായിട്ട് ചെറിയ ഫാമിലി വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം മൈലേജും കിട്ടും. നല്ല മൈലേജിലുണ്ട്. അടുത്ത നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു? 2007 മോഡൽ വണ്ടിയാണ്. 2007 ഉണ്ട്. പിന്നെ ചോദിക്കണല്ലോ 1.40 അല്ലേ? അത്യാവശ്യം നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് വീഡിയോ ആണ് വരുന്നത് അല്ലേ? മിഡിൽ ഓപ്ഷൻ LDI വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്താണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 1.40.
പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയില്. ഇത് നമുക്ക് ഒരു ബീറ്റ് വരുന്നുണ്ട്. ബീറ്റ് ഡീസലാണ്. ഡീസലില് 12 മോഡല്. 12 മോഡല്. ഏകദേശം 20-22 വരെയൊക്കെ എന്തായാലും മൈലേജ് ഉണ്ടാവും. മൈലേജ് പ്രതീക്ഷിക്കാം. ഇതെങ്ങനെയായിരുന്നു നമ്മളെ ചോദ്യം? ഇത് AC ഒക്കെ വർക്ക് ചെയ്യേണ്ട വണ്ടിയാണ്. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപക്ക് അല്ലേ? അത് നമുക്ക് ഒരു ഇൻഡിക്ക വിസ്ത അല്ലേ? അതെ. 2009-10 രജിസ്ട്രേഷൻ വണ്ടിയാണ്. പേപ്പർ അടുത്ത കൊല്ലം ആവുന്നുണ്ട്. 1.20 ചോദിക്കുന്നത്. 1.20 ഡീസലാണ്. 18 മൈലേജ്. കോട്ടർ ജെറ്റ് ആനിവേഴ്സറി എഡിഷൻ ഓക്കെ, സ്പെഷ്യൽ എഡിഷൻ ആണ് വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ എക്സ്ട്രാ ഫിറ്റിങ്സ്, ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഒരു വണ്ടിയാണ്. വില പറഞ്ഞാൽ നമുക്ക് 1.20. ഇത് നമുക്കൊരു ബഡ്ജറ്റ് കാറ് സാൻഡ്രോ വരുന്നുണ്ട്. 2005 മോഡലാണ്. 2005 മോഡൽ. എങ്ങനെയായിരുന്നു പേപ്പർ കാര്യങ്ങളൊക്കെ? പേപ്പർ കാര്യങ്ങൾ ചോദിക്കുന്നത് 2025 വരെയുള്ള പേപ്പറാണിത്. ഉണ്ടല്ലേ? ഓക്കെ. ചെറിയ പൈസ കൊടുക്കാം നമുക്ക്. ചെറിയ അലോയും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ്. ഒരു 75 രൂപ നമുക്ക് കൊടുക്കാം. 75 രൂപക്ക് നമുക്ക് ചെയ്യാം. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയില്ല. അതെ. അത് നമുക്കൊരു ആക്സെന്റ് ആണ്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോളാണ്. പെട്രോൾ ആണ് വരുന്നത് അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ചോദിക്കേണ്ടത് നമ്മൾ ഒരു 95 രൂപ. 95 രൂപ അല്ലേ? മോഡലൊക്കെ എങ്ങനെയായിരുന്നു? 2002 മോഡൽ. 2002 മോഡൽ 95 രൂപക്ക് അല്ലേ? അടുത്തൊരു ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ ആക്സെന്റ് ആണ്. ഒരു 80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 80 രൂപക്ക് ഡീസൽ ആക്സെന്റ്. അത്യാവശ്യം ഒരു 18 മൈലേജ് കിട്ടൂല? 18 മേലെ മൈലേജ് എന്തായാലും കിട്ടും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അന്ന് നമുക്കൊരു പ്രീമിയം ലെവലിൽ ഇറങ്ങിയിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നല്ല ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി. 80,000 രൂപ ഡീസൽ വണ്ടി. ഇത് നമുക്ക് വീണ്ടും ഒരു സാൻഡ്രോ. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? സാൻഡ്രോ AC പവർ സ്റ്റാറിംഗ് ഒന്നുമില്ല. 2007 മോഡലാണ്. പഠിക്കുന്നവർക്ക് മറ്റൊരു ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 45 രൂപ കൊടുക്കാം. 45 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത് വീണ്ടും അതിന്റെ റെഡില് ഒരു സാൻഡ്രോ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു? 2003 മോഡലാണ്. 2003 മോഡൽ. 28 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു ചോദ്യം? 75 രൂപ കൊടുക്കാം. 75 രൂപക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഇത് കൊറോള അല്ല? 2008 മോഡലുണ്ട്. 2008 മോഡൽ കൊറോള. 28 പേപ്പർ ഉണ്ട്. CNG എക്സ്ട്രാ ആഡ് ചെയ്തോണ്ടാണ്. മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. അത്യാവശ്യം നല്ല മൈലേജ്. മൈലേജിലുണ്ട്. 60,000 രൂപ കൊടുത്തപ്പോ CNG കിറ്റ് പുതിയത് കയറ്റിയതാണ്. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? 1.25 ചോദിക്കുന്നുണ്ട്. 1.25 അല്ലേ? 28 പേപ്പറിലുണ്ട്. 28 പേപ്പറിന്റെ CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം 20-25 22 പ്രതീക്ഷ എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? ഇത് നമുക്ക് ഫോക്സ് വാഗൻ വെൻഡോ ഡീസൽ ഒരു 18-20 മൈലേജ് വണ്ടിയാണ്. നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങൾ ഒക്കെ അത്യാവശ്യം സ്റ്റിയറിംഗ് ബോൾട്ട് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡൽ വണ്ടിയാണിത്. നമുക്ക് ഇത് 3.5 കൊടുക്കാം. 3 രൂപ അല്ലേ? 3 കൊടുക്കാം. 3 ലക്ഷം രൂപ ലോണും ഒരു 50,000 രൂപ വണ്ടി ഇറക്കാം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ഇത് 1 ലക്ഷത്തിന് മേലെ കൊടുക്കും. 1 ലക്ഷത്തിന്. അത് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഇത് നമുക്ക് സിറ്റി ഡോൾഫിന് ഗോൾഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2007 മോഡലുണ്ട്. 2007 മോഡല്. 27 പേപ്പർ ഉള്ളത്. പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. 1.20 ചെറിയൊരു ബഡ്ജറ്റിൽ അൾട്രേഷൻ ഒക്കെ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസും ആണ്. മെയിൻ്റെനൻസ് കുറവുള്ള വണ്ടി. ഇത് നമുക്ക് വീണ്ടും സിറ്റി തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2005 മോഡൽ വണ്ടിയാണ്. 27 വരെയുള്ള പേപ്പർ ഉണ്ട്. 27 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 27 പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പുതിയ ടാക്സ് ഈ വർഷം തീരും. നമ്മൾ പുതിയ എടുത്തു കൊടുക്കും ചെയ്യും. ഓക്കെ. ടാക്സ് പുതിയ എടുത്തു കൊടുക്കും. നമുക്ക് ചോദിക്കേണ്ട വില ഇത് 1.20 തന്നെയാണ്. 1.20 സെയിം റേറ്റ്. ഞാനൊരു സിൽവർ ഫിനിഷിംഗ് അല്ലേ? 2005 മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.20 കൊടുക്കാം. 1.20 അല്ലേ? അത്യാവശ്യം നല്ല ഒന്നുകൂടി വൃത്തിയുള്ള ഒരു വണ്ടിയില്ല? കുറച്ചുകൂടി ഡച്ചുള്ള വണ്ടിയാണ്. ഓക്കെ. ഇതൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2005 അടുത്തുള്ള പേപ്പർ കഴിയും. ഓക്കെ. ഇത് നമുക്ക് ഇനി അംബാസഡറുകൾ അല്ലേ? അതെ. ഒരു വൈറ്റ് വരുന്നുണ്ട്. വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2003 മോഡലുണ്ട്. 2003 മോഡല്. 28 പേപ്പർ ഉണ്ട്. സ്ലൈഡ് എഞ്ചിൻ എൻ്റെ വണ്ടിയാണ്. നമുക്ക് ഒരു 75 രൂപ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. 75 രൂപ ലാസ്റ്റ് അല്ലേ? അതെ. ബക്കറ്റ് സീറ്റ് ഫ്രണ്ടിലൊക്കെ വേണ്ട ടൈപ്പാണ്. ഓക്കെ. പക്ഷേ അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു റേറ്റ് കാര്യങ്ങൾ? ഇത് നമുക്ക് ഒരു 1.60 ലാസ്റ്റ്. 1.60. നമുക്ക് ഇതിന്റെ എഞ്ചിനൊക്കെ എങ്ങനെയായിരുന്നു? എഞ്ചിന് ഇസൂസ് എഞ്ചിനാണ്. അതാണ് ഇതിന്റെ ഒരു റേറ്റ്. അതിന് ഡിമാൻഡ് കൂടുതലാണ് അല്ലേ? AC പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉണ്ട്. ഫുൾ ഫിറ്റ് വേണം അല്ലേ? ഫിറ്റ് വേണം.
160 160 കൊടുക്കാം. ഓക്കെ. ഇത് നമുക്കൊരു മൈലേജ് അതേപോലെ പെർഫോമൻസ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കെ സീരീസ് എഞ്ചിനിൽ ഒരു ഓൾട്ടോ കേട്ടൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2011 മോഡൽ വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. അലോയ് കാര്യങ്ങളുണ്ട്, ക്യാമറ ഒക്കെ ഉള്ള വണ്ടിയാണ്. നമുക്കിതൊരു 145 അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, അലോയ്സ്, ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു സാൻഡ്രോ വരുന്നത്. സാൻഡ്രോ 2010 മോഡലാണത്. നല്ല വൃത്തിയിലുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണിത്. പിന്നെ അടുത്ത കൊല്ലം പേപ്പറാണ്. നമുക്കൊരു 110 കൊടുക്കും, 110 നമുക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല വൃത്തിയിൽ ഇന്റീരിയർ ഉണ്ട്. അതേപോലെ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്കൊരു റെഡില് എങ്ങനെയായിരുന്നു മോഡൽ? 8 മോഡൽ വണ്ടി, 28 വരെ പേപ്പർ ഉണ്ട്. നമുക്കൊരു 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപക്ക് അല്ലേ? അടിപൊളിയാണ്. ഇത് നമുക്ക് വീണ്ടും ഒരു ബീറ്റ് ഇല്ല, റെഡിലാണ്, പെട്രോൾ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? നമുക്ക് 2010 മോഡൽ ബീറ്റ് ആണിത്. ഈ ചോദിക്കുന്ന വില 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ അല്ലേ? പെട്രോൾ ബീറ്റ്. പെട്രോൾ ബീറ്റ്. ഇത് നമുക്കൊരു ഐട്ടൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഐട്ടൺ 2011, നല്ല ഇന്റീരിയർ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് ചോദിക്കുന്ന വില 140 നമുക്ക് നല്ല സിവിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1.4 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10-15 രൂപ ഉണ്ടെങ്കിൽ ചെറിയൊരു പിന്നെ EMI 2 വർഷത്തിന് കിട്ടുള്ളൂ. ചെറിയൊരു ഓൾ കേരള നമുക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ശരി, നമുക്ക് ചെറിയൊരു പൈസക്ക് ചെറിയൊരു EMI ഒക്കെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. 140 എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു VX ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു A സ്റ്റാർ 2010 മോഡൽ. 2010 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ വണ്ടിയാണ്. ഒരു 8 വർഷം ഒരാളെ കയ്യിലുള്ള തന്നെ വണ്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ ചോദിക്കേണ്ട വില 120 ചോദിക്കുന്നത്. 120 ചോദിക്കുന്നുണ്ട് അല്ലേ? ലാസ്റ്റ് നെറ്റ് റേറ്റാണ്. മുന്നിലേക്ക് കുറക്കാം നമുക്ക്. ഓക്കെ. ആളുകൾ വരട്ടെ അല്ലേ? അത് ആളുകൾ വരട്ടെ. ഇതിന് നമുക്ക് ചെറിയ രീതിയിലേക്ക് ലോണൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ? ശ്രീറാം ഇട്ടും ഒരു 70 രൂപക്ക് ശ്രീറാം തരും. 70 രൂപയ്ക്ക് നമുക്ക് ശ്രീറാം ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്കൊരു മൈലേജ് നോക്കുന്നവർ നല്ലൊരു ഓപ്ഷനാണ് മഹീന്ദ്രന്റെ വെറിറ്റോ അല്ല? ഡീസൽ അല്ലേ? മൈലേജും നല്ല സീറ്റ് കപ്പാസിറ്റി നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ് വണ്ടി അല്ലേ? അതെ. കുറെ കാലം നമുക്ക് ടാക്സിയിലൊക്കെ കൂടുതൽ കാണുന്ന ഒരു വണ്ടിയായിരുന്നു. കാരണം മൈലേജും ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 വണ്ടിയാണിത്. 14 വണ്ടി അല്ലേ? ഇതെങ്ങനെയായിരുന്നു? നമുക്ക് ചോദിക്കുന്ന വില 1.5 അല്ലേ? 1.5 നമുക്ക് ലാസ്റ്റ് നെറ്റ് റേറ്റ് ആണ്. കൊടുക്കുമ്പോൾ ലാസ്റ്റ് ലോണ് കാര്യങ്ങളൊന്നും കിട്ടൂലല്ലോ. ഇത് 94 മോഡല് പത്മിനി. അഡീഷണൽ അലോയ് കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 94 മോഡൽ വണ്ടി. നമ്മൾ ഡീസല് അലോയ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണത്. ഓക്കെ. നല്ല വൃത്തി കാര്യങ്ങളല്ലാണ്ട് ഡീസലാണ്. നമ്പറുമാണ് 19 അല്ലേ? നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എത്ര നമ്മളിതിന് ചോദിക്കുന്നത്? 1.40 ചോദിക്കുന്ന വില. നമുക്കിതിൽ കുറച്ച് കൊടുക്കാം. അല്ലേ? ആളുകൾ വരട്ടെ. ഒരു വിന്റേജ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അല്ലേ നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് വരുന്നത് അല്ലേ? ഇത് നമുക്കൊരു 800. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2004 മോഡല്, 2025 വരെയുള്ള ഫിറ്റ്നസ് ഉണ്ട്. പുതിയ ടാക്സും പുതിയ ഇൻഷുറൻസും അടിച്ചിട്ടുണ്ട്. ഓക്കെ. 45 രൂപ MPFI എഞ്ചിൻ. MPFI 45 രൂപ അല്ലേ? അതൊരു ഫിയറ്റിന്റെ പൂണ്ടോ? ഈ വർഷം പേപ്പർ തീരും. കോട്ടജറ്റ് എഞ്ചിനാണ്. ഈ പേപ്പർ എടുത്തുകൊടുക്കാത്ത കണ്ടീഷനുള്ള റേറ്റ് ആണ് പറയുന്നത്. 75 രൂപ. 75 രൂപ ഡീസൽ വണ്ടി അല്ലേ? നമുക്കൊരു ലാൻസർ ഉണ്ട്. 2003 മോഡൽ, 28 വരെ പേപ്പർ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. ഒരു 1.30 കിട്ടി നമുക്ക് കൊടുക്കാം. 1.30 പാർട്ടിന്റെ വണ്ടിയാണ്. പാർക്കൻ സെയിലാണ് അല്ലേ? ഓക്കെ. നമുക്കൊരു വീണ്ടും ഒരു അടിപൊളി പൂണ്ട വെറൈറ്റി കളറാണ് അല്ലേ? അതെ. ഇത് 13-14 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. കോട്ടജറ്റ് എഞ്ചിൻ ഉണ്ട്. ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ? അതെ. എത്രയായിരുന്നു നമ്മൾ ചോദ്യം? ഇത് ചോദിക്കേണ്ടത് 2.10. പാർട്ടി വന്ന് സംസാരിച്ച് നമുക്ക് ഇതിൽ കുറച്ച് കൊടുക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി അല്ലേ? ബാക്കിലുണ്ടോ? നമ്മള് ടാറ്റ ഇൻഡിക്ക അല്ലേ? ഇത് ഡീസൽ തന്നെയല്ലേ വരുന്നത്? ഡീസൽ തന്നെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? മോഡല് ഇത് വരുന്നത് 2006 മോഡലുണ്ട്. 6 മോഡൽ അല്ലേ? പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 26 വരെ പേപ്പർ ഉണ്ടാവും. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതിന് നമുക്ക് ഒരു 60 രൂപ കൊണ്ട് കൊടുക്കാം. 60 രൂപ അല്ലേ? അടുത്തൊരു 800. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 92 മോഡൽ വണ്ടിയാണ്. കാർപ്പറ്റർ ആണ്.
പിന്നെ സ്ക്വയർ ലൈറ്റ് കാര്യങ്ങളുണ്ട്. പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, ടാക്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ചോദിക്കുന്ന വില ഒരു 50 രൂപ. 50 രൂപ. പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒക്കെ ഒരു പഴയ ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാം. ഞാനോ ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2010 AC പവർ സ്റ്റാറിംഗ് ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന കണ്ടീഷൻ 40 രൂപ. 40 രൂപ അല്ലേ? അതെ. ഇത് നമുക്കൊരു ഫിയറ്റിന്റെ ഫിയസ്റ്റ അല്ലേ? ഫോർഡ് ഫിയസ്റ്റ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2006 മോഡലുണ്ട്. 26 വരെ പേപ്പർ. ഒരു 85 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ. 85. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18 മൈലേജ്. ഇത് 2002 മോഡലുണ്ട്. 2 മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു ചോദ്യം? 27 പേപ്പറിലുണ്ട്. ചോദ്യം നമുക്കൊരു 45 രൂപ കൊണ്ട് കൊടുക്കാം. AC പവർ സ്റ്റാറിംഗ് ഉണ്ട്. AC വർക്കിംഗ് അല്ല, പവർ സ്റ്റാറിംഗ് ഉണ്ട്. പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടി. AC ഉള്ളതാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഫ്രണ്ട്സ്, നമ്മളൊന്നും ഉണ്ടായിരുന്നത് ഓലപ്പീടിക ബിസ്മിയിലായിരുന്നു. അപ്പോൾ ബഷീർ ഖാൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ബഡ്ജറ്റിൽ നല്ല കാറുകൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. സ്മി റിയാസ് ആൻഡ് ഷിയാബ് സൈനിങ് ഓഫ്.